മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 30-31 വാക്യങ്ങൾ, 2 വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. എന്നാൽ അവൻ കാറ്റു കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. പുരുഷാരത്തെ കർത്താവ് പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. എങ്കിൽ ആ പടക്, ശിഷ്യന്മാർ യാത്ര ചെയ്തിരുന്ന പടക് ഒത്തിരി ദൂരത്തിലേക്ക് മാറി. കാറ്റ് വളരെയധികം പ്രതികൂലമായി. അതുകൊണ്ട് തിരകളാൽ വലഞ്ഞു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവർ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ യേശു കർത്താവ് വന്നു. യേശു വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഭൂതം എന്ന് പറഞ്ഞു പേടിച്ച് നിലവിളിച്ചു. 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൻ്റെ മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ വെള്ളത്തിൻ്റെ മീതെ നടക്കുകയാണ്. നടക്കുന്ന സമയത്താണ് കാറ്റ് കണ്ട് പേടിച്ചത്. മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കാറ്റ് കണ്ട് പേടിച്ചു. കാറ്റെന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റല്ല. ഹല്ലേലൂയ. പ്രതികൂലത്തിൻ്റെ കാറ്റാണ്. അങ്ങനത്തെ കാറ്റല്ലേ? 24-ാം വാക്യം, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞു. അപ്പോൾ ഈ കാറ്റടിച്ചത് നിസ്സാര കാറ്റല്ല. ഈ കാറ്റടിച്ചത് പ്രതികൂലത്തിൻ്റെ കാറ്റാണ്. ചില പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ നമ്മുടെ ജീവിതയാത്രകളിൽ, ചിലരുടെ ജീവിതയാത്രകളിലൊക്കെ ശക്തമായി പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഇങ്ങനെ അടിക്കും. കാറ്റ് ജീവിതത്തിൽ നിന്ന് മാറുകയില്ല. പക്ഷേ കാറ്റടിച്ചാലും പ്രശ്നങ്ങൾ കയറി വന്നാലും ജീവിതം തകരാൻ അനുവദിക്കാത്ത യേശു നമ്മുടെ അടുക്കൽ നിന്ന് മാറുകയില്ല. എല്ലാവരും പറഞ്ഞ കാറ്റ്, പ്രതികൂലത്തിൻ്റെ കാറ്റ് കണ്ട് പേടിച്ചു. ചില കാറ്റുകൾ സന്തോഷിപ്പിക്കുന്നതാണെന്ന് തോന്നുമെങ്കിലും ചില കാറ്റുകൾ പേടിപ്പിക്കുന്ന കാറ്റുകളാണ്. ഹല്ലേലൂയ. പേടിപ്പിക്കുന്ന കാറ്റുകൾ. ഈ ദിവസങ്ങളിൽ പേടിപ്പിക്കുന്ന ചില പ്രതികൂലത്തിൻ്റെ കാറ്റുകളെ കർത്താവ് മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നാൽ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ, പേടിച്ചുവെന്ന് മാത്രമല്ല വളരെയധികം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി. പക്ഷേ കാറ്റ് പ്രതികൂലമായി അടിച്ചപ്പോൾ പത്രോസ് പേടിച്ച് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. അറിയുക, എവിടെ ഭയമുണ്ടോ അവിടെ മുങ്ങിത്താഴാൻ തുടങ്ങും. എവിടെ ഭയം ജീവിതത്തിൽ കയറി വരുന്നോ അവിടെ മുങ്ങി 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 ഇങ്ങനെ താഴാൻ തുടങ്ങും. ഹല്ലേലൂയ. കാറ്റ് കണ്ട് പേടിക്കുന്നവരുടെ കൂട്ടത്തിലാകരുതെന്ന നമ്മുടെ മുൻപിലുള്ള യേശുവിനെ കണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ ഇന്നു പകലിലും കർത്താവ് ചിലത് ചെയ്യാൻ നമ്മുടെ നടുവിലുണ്ട്. കാറ്റ് കണ്ടു പേടിച്ചു.
അപ്പൊ പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായത് കാറ്റിനെയാണ് താൻ കാണുന്നത്. പ്രതികൂലത്തിന്റെ കാറ്റിനെ കാണുന്നതിന് പകരം പരിഹാരകനായ ക്രിസ്തുവിനെ കാണാൻ കഴിയട്ടെ. ചില കാറ്റ് പേടിപ്പിക്കുമെങ്കിലും നമ്മുടെ കാഴ്ച, പത്രോസിന്റെ കാഴ്ച നിങ്ങൾ നോക്കണം. പുള്ളി നേരെ കാണുന്നത് കാറ്റ് കണ്ട് പേടിച്ചത്. പത്രോസിന്റെ കാഴ്ച എങ്ങോട്ടായിരുന്നു? കാറ്റിലേക്കാണ്. കാറ്റ് കണ്ടാൽ പേടിയാകും. പ്രശ്നങ്ങളെ നോക്കിയാൽ ഭയമുണ്ടാകും. പ്രശ്നങ്ങളെ നോക്കിയാൽ ഭയപ്പാടുകൾ ഉണ്ടാകും. ഇവിടെ നോക്കേണ്ടുന്ന ഒരുവനെ നോക്കിയാൽ, പ്രശ്നങ്ങളെ ശാന്തമാക്കുന്ന ഒരു കർത്താവിനെ നോക്കിയാൽ അവിടെ വലിയ വിടുതലുകൾ വ്യാപരിക്കുവാനായിട്ടിടയാകും. കണ്ടു പേടിച്ചു, കേട്ടതല്ല. എന്തെങ്കിലുമൊക്കെ ചിലത് കേട്ട് മനസ്സിലാക്കി പേടിച്ചതല്ല. ഇവിടെ കണ്ടു, ലൈവായിട്ട് ചിലത് കാണുക, പേടിക്കാനുള്ള കാര്യങ്ങൾ. അങ്ങനെയുണ്ടോ ജീവിതത്തിൽ? ചില കാര്യങ്ങൾ കാണുമ്പോൾ പേടിയാകുന്നു. കണ്ടിട്ടില്ലേ? ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? ചില കാര്യങ്ങൾ കാണുമ്പോൾ വളരെയധികം പേടിയാകുന്നു. ഇപ്പോഴത്തെ ഈ അവസ്ഥ കാണുമ്പോൾ വളരെയധികം ഭയം ഉണ്ടാകുന്നു. സ്തോത്രം. പലർക്കും കാഴ്ചകൾ ഒരു ഭയപ്പാടോടുകൂടെയാണ് പലരും കാണുന്നത്. എന്നാൽ ഇവിടെ ഭയത്തെ മാറ്റുന്ന വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഒരു യേശുവിനെ നോക്കിയാൽ ഭയപ്പെടുത്തുന്ന കാറ്റുകളെയും അടിച്ച് അമർത്തി ശ്വാസിച്ച് കാറ്റിനെ ഒതുക്കി നിർത്താൻ കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു കർത്താവിനെ നമുക്ക് കാണാം.